താങ്കൾക്കെതിരെ വ്യക്തിനെ പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ കൈ പൊള്ളിയാലങ്ങ് പൊള്ളട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി കഴിയില്ലെന്നേ. ഒരു നറേറ്റീവ് ഉണ്ടായാൽ അതിനെ മറികടക്കാൻ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ബദൽ നറേറ്റീവ് ഉണ്ടാവണം. സന്ദീപ്, അതിനെപ്പറ്റി ആലോചനയുണ്ടോ? അഷ്മി, CPM-ന്റെ പ്രതിനിധി ശ്രീ ഗോപൻ എനിക്കെതിരെ ഇവിടെ വ്യക്തിപരമായിട്ട് എന്തിനാണ് ഈ പരാമർശം നടത്തിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അദ്ദേഹം ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ കോൺഗ്രസിലേക്ക് ചേർന്ന സമയത്ത് CPM നടത്തിയിട്ടുള്ള അതേ കള്ളപ്രചാരണങ്ങളുടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ആ കള്ളപ്പരസ്യത്തിൻ്റെ അതേ ശൈലിയിലാണ് ഇന്നിവിടെ അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, വാസ്തവത്തിൽ അത് എന്നെ വ്യക്തിപരമായി പറയുന്നതിനപ്പുറം BJP-യെയും RSS-നെയും ന്യായീകരിക്കുന്ന പണിയല്ലേ എടുത്തത്. അദ്ദേഹം BJP-യുടെയും RSS-ൻ്റെയും വർഗീയത പറഞ്ഞ അല്ലെങ്കിൽ ആ നയങ്ങൾ ഉറക്കെ പറഞ്ഞയാളാണ് സന്ദീപ് എന്ന് പറയുന്നതിന് പകരം എന്താ പറഞ്ഞത്? സന്ദീപ് എന്തോ വ്യക്തിപരമായി കൂടുതൽ വർഗീയത പറഞ്ഞയാളാണ് അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞിരുന്നയാളാണെന്നാണ് അവിടെ പറഞ്ഞത്. അതായത് BJP-യെയും RSS-നെയും വെള്ളപൂശുകയും സന്ദീപ് മഹാമോശക്കാരനാണെന്ന് പറയുകയും ചെയ്യുന്ന ഏതാണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെടുത്ത അതേ ലൈൻ. അപ്പോൾ ആര് ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം BJP-യെയും RSS-നെയും ന്യായീകരിക്കുന്നു. കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? ഞാൻ ചാനലുകളിലും ഒക്കെ വന്ന് നിരന്തരം 10 വർഷക്കാലം അല്ലെങ്കിൽ വർഗീയത ധാരാളം കേരളത്തിൽ ഏറ്റവും അധികം പ്രസംഗിച്ചയാളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 10 വർഷക്കാലമായിട്ട് അങ്ങയുടെ സർക്കാർ ഈ കേരളം ഭരിക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് 5-8 കൊല്ലമായിട്ട് ഹാഷ്മിയുടെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ കേരളത്തിൽ പ്രസംഗിച്ചതിൻ്റെ പേരിലോ അങ്ങയുടെ ഈ പിണറായി വിജയൻ്റെ സർക്കാർ എനിക്കെതിരെ ഈ വർഗീയത പ്രശ്നം നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? ഒരു കേസ് പോലും താങ്കളുടെ പിണറായി വിജയൻ്റെ സർക്കാർ എൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു കേസ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ എനിക്കെതിരെ നടത്തുക എന്നുള്ളതാണ് ഇത് വാസ്തവത്തിൽ നോക്കൂ, അവരുടെ രാഷ്ട്രീയ എതിരാളി ഞാനും എൻ്റെ പാർട്ടിയുമായതുകൊണ്ടാണ്. കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ എതിരാളിയാണ്, BJP അവരുടെ രാഷ്ട്രീയ എതിരാളിയല്ല, BJP അവരുടെ സുഹൃത്താണ്. അതുകൊണ്ടാണല്ലോ ശ്രീ ശിവശങ്കറിനെ അദ്ദേഹം സുഹൃത്തെന്ന് വിളിക്കുകയും എന്നെ അദ്ദേഹം വർഗീയവാദി എന്നും ഇതേ ചർച്ചയിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ സുഹൃത്ത് ബന്ധമാണ് വാസ്തവത്തിൽ കേരളത്തെ ആശങ്കാകുലരാക്കുന്നത്. RSS-ഉം BJP-യും ഉയർത്തുന്ന നറേറ്റീവ് ആവർത്തിക്കുന്ന CPM-ന്റെ പ്രതിനിധിയുടെ ഈ വല്ലാത്ത സുഹൃത്ത് ബന്ധവും അവർ രണ്ടുപേരും ഒരേ ആശയം പുറത്തു പറയുന്നതുമാണ് കേരളത്തെ വാസ്തവത്തിൽ വലിയ ആശങ്കയിലാക്കുന്നത്. കേരളത്തിന്റെ ഈ ഒരു സെക്യുലർ ഫാബ്രിക് പരാമർശവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി. PR ശിവശങ്കർ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു. BJP-യുടെ പ്രതിനിധി ശ്രീ PR ശിവശങ്കർ ജമാഅത്തെ ഇസ്ലാമി വലിയ മോശം സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്, വർഗീയ സംഘടന പറഞ്ഞു. എനിക്ക് ഒറ്റ കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമി തൊട്ടുകൂടാത്ത സംഘടനയാണെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ട ശിവശങ്കർ ജമാഅത്തെ ഇസ്ലാമിയുമായി എളമക്കരയിലെ RSS കാര്യാലയത്തിൽ എന്തിനാണ് ചർച്ച നടന്നത്? എന്തിനാണ് ഡൽഹിയിൽ മോഹൻ ഭഗവത് നേതൃത്വത്തിലുള്ള RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ചർച്ച നടന്നത്? ആ കാര്യം ഒന്ന് വിശദീകരിച്ചാൽ മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.